ഹായ് കൂട്ടുകാരെ, പൂമ്പാറ്റകളുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങളെല്ലാം അനുസരണമുള്ള കൂട്ടുകാരാണോ? അങ്ങനെങ്കിൽ നമുക്ക് ഒരു കൂട്ടുകാരൻ്റെ കാര്യം ഒന്ന് കേട്ടാലോ. അവൻ്റെ പേരെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അവൻ്റെ പേരാണ് ബോളെന്നല്ല, ബോണി. ഈ ബോണി നല്ല കൂട്ടുകാരനാണ്, നിങ്ങളെപ്പോലെ തന്നെ നല്ല കൂട്ടുകാരനാണ്. എന്നാൽ അവനൊരു കുഴപ്പമുണ്ട്. അവൻ അപ്പയും അമ്മയും പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും, പക്ഷെ അനുസരിക്കത്തില്ല. നിങ്ങളങ്ങനെ ആണോ? അല്ലല്ലേ? അപ്പം നിങ്ങളെപ്പോലെ അല്ല ഈ ബോണി. ഈ ബോണി അപ്പ എന്നും ബോണിയോട് പറയും, ബോണി നീ അവിടെ പോകരുത്, അവിടെ പോയി ആ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടരുത്, നീ എന്നും സ്കൂൾ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വരണം. ഈ ബോണി അതനുസരിക്കുമോ? ബോണി അനുസരിക്കത്തില്ല. അപ്പ പറയുന്നത് ഒന്നും കേൾക്കാതെ ബോണി അവരുടെ കൂടെ കളിക്കാനെല്ലാം ഇങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ അപ്പയും അമ്മയും പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ ഈ ബോണി നടന്ന് ഒരു ദിവസം ബോണി എന്തു പറ്റിയെന്നറിയാമോ? ബോണി ഇങ്ങനെ ആ കൂട്ടുകാരുടെയൊക്കെ കൂടെ കളിച്ച് നടന്നു. സന്ധ്യയായി. എല്ലാ കൂട്ടുകാരും പോയിട്ടും ബോണി ആ ഗ്രൗണ്ടിൽ നിന്ന് പോകാതെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ബോണി ഇങ്ങനെ വന്ന് ആ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടന്ന് ബോണി ഇരുട്ടായതൊന്നും അറിയുന്നില്ല. ബോണി ഇങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് ബോണിക്ക് എന്തോ പറ്റി? ബോണി അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വീണു. കണ്ടോ ബോണി വീണത്? ബോണി വീണി കുഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബോണി ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. ബോണി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി, ഭയങ്കര ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. അവിടെ അടുത്താരും ഉണ്ടായിരുന്നില്ല അല്ലേ? ബോണിയുടെ ശബ്ദം ആർക്കും കേൾക്കാൻ സാധിച്ചില്ല. ബോണി ഭയങ്കര ഉച്ചത്തിൽ അപ്പയും അമ്മയും വിളിക്കാൻ തുടങ്ങി. എവിടെ കാണാനല്ലേ? അപ്പയില്ല, അമ്മയില്ല, ബോണിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ആരുമില്ല. ബോണി അവിടെ ഇങ്ങനെ കിടന്നു. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ ബോണിക്ക് ഇങ്ങനെ സംഭവിച്ചത്? അപ്പയും അമ്മയും പറയുന്നത് അനുസരിക്കാതെ കൂട്ടുകെട്ടുകളിൽ പോയി ബോണി ആ കുഴിക്കകത്ത് അകപ്പെട്ടു പോയി. ഈ ബോണി അപ്പയും അമ്മയും പറഞ്ഞ് അനുസരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഇല്ല അല്ലേ? അങ്ങനെ ബോണി അവിടെ കിടന്ന് കരഞ്ഞപ്പോഴാണ് ബോണിക്കൊരു കാര്യം മനസ്സിലായത്. എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവപ്പച്ചൻ ഉണ്ട്, എൻ്റെ കുറവുകളൊക്കെ ക്ഷമിക്കുന്ന ഒരു യേശുവപ്പച്ചനുണ്ട്. യേശുവപ്പച്ചൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ബോണി അവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവപ്പച്ച, ഞാൻ അപ്പയും അമ്മയും പറയുന്നത് അനുസരിക്കാതെ, ഞാൻ അവരുടെ വാക്കുകൾ കേൾക്കാതെ ഇങ്ങനെ നടന്നതുകൊണ്ട് എനിക്ക് ഈ വലിയൊരു അപകടം സംഭവിച്ചു. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ ഈ കുഴിയിൽ നിന്നും ഒന്ന് രക്ഷിക്കണേ. അപ്പോൾ ബോണി അവിടെ കിടന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശുവപ്പച്ചനുണ്ട് അല്ലേ? അപ്പോൾ എന്തു പറ്റിയെന്നറിയാമോ? യേശുവപ്പച്ചൻ ബോണിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. യേശുവപ്പച്ചൻ ഇങ്ങനെ ബോണി കിടക്കുന്ന കുഴിയുടെ മുകളിലേക്ക് ബോണിയുടെ അടുത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ യേശുവപ്പച്ചൻ ബോണിയുടെ അടുത്തോട്ട് ചെല്ലുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവപ്പച്ചൻ എന്തു ചെയ്തു? യേശുവപ്പച്ചൻ ആ ബോണി കിടന്ന കുഴിക്കകത്തോട്ട് ബോണിയുടെ അടുത്തോട്ട് ഇറങ്ങി യേശുവപ്പച്ചൻ അങ്ങ് ചെന്ന് ബോണിയോട് പറഞ്ഞു, ബോണി നീ ഭയപ്പെടണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്. അപ്പോൾ യേശുവപ്പച്ചൻ ബോണിയുടെ അടുത്ത് ചെന്നോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവപ്പച്ചൻ ചെന്ന് കാണുമെന്ന്? കുറച്ച് പേരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ചിലർ ഒരു സംശയത്തോടെ നോക്കുന്നുണ്ട്, യേശുവപ്പച്ചൻ ചെന്ന് കാണത്തില്ലായിരിക്കുമെന്നല്ലേ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശുവപ്പച്ചനുണ്ട് അല്ലേ? അങ്ങനെ ബോണി ആ കുഴിയിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞത് കേട്ട് യേശുവപ്പച്ചൻ ബോണിയുടെ അടുത്ത് ചെന്ന് ബോണിയുടെ കയ്യെ പിടിച്ച് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ബോണിയുടെ കരച്ചിൽ? ഇല്ലല്ലേ? യേശുവപ്പച്ചൻ ബോണി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവപ്പച്ചൻ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കുമെന്ന്? നമ്മൾ ആത്മാർത്ഥതമായി യേശുവപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ യേശുവപ്പച്ചൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ ബോണി പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും തെറ്റുകളൊന്നും ചെയ്യത്തില്ല, നല്ല കൂട്ടുകാരനായിട്ട് ജീവിക്കുക യേശുവപ്പച്ച എന്നൊക്കെ ബോണി പ്രാർത്ഥിച്ചപ്പോൾ ബോണിയെ യേശുവപ്പച്ചൻ ഇങ്ങനെ കൈക്ക് പിടിച്ച് ഉയർത്താൻ തുടങ്ങി. അപ്പോൾ ബോണി ഇങ്ങനെ ഉയർന്ന് മുകളോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? നന്നായിട്ട് ക്ലാപ്പ് ചെയ്യണം കേട്ടോ, കൈ അടിക്കണം എല്ലാ കൂട്ടുകാരും. അപ്പോൾ യേശുവപ്പച്ചൻ ഇങ്ങനെ ബോണിയുടെ അടുത്തോട്ട് ഇറങ്ങി ചെന്ന് ബോണി ബോണി ഇങ്ങനെ ഈ മുകളോട്ടിങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി. ബോണിയെ കാണുമ്പോൾ നിങ്ങൾ കൈയടിച്ചോണം. ബോണി ഇതാ നമ്മുടെ ബോണി ഇതാ ഹായ് കൈയടിച്ചോ. എല്ലാ കൂട്ടുകാരും കൈയടിച്ചു. ബോണി ഇങ്ങനെ
മുകളിലേക്ക് വന്നു. കൂട്ടുകാരെ, ഈ ബോണി ആദ്യം ചീത്ത കൂട്ടുകെട്ടിലൊക്കെ നടന്നു അല്ലേ? അപ്പോൾ അനുസരണക്കേടുണ്ടായിരുന്നത് കൊണ്ട് ബോണി ആ കുഴിക്കകത്ത് വീണു. ബോണി ഭയങ്കരമായിട്ട് പേടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. എന്നാൽ യേശുപ്പച്ചൻ അവൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ എന്തോ ചെയ്തു? യേശുപ്പച്ചനോട് പ്രോമിസ് ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും തെറ്റുകളൊന്നും ചെയ്യത്തില്ല, നല്ല കൂട്ടുകാരനായിട്ട് ജീവിക്കും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും ജീവിതത്തിൽ നല്ല കൂട്ടുകാരായിട്ട്, അനുസരണമുള്ള കൂട്ടുകാരായിട്ട് ജീവിക്കുവാൻ യേശുപ്പച്ചൻ നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, മാജിക്കൊക്കെ കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാക്യം പഠിച്ചാലോ? എല്ലാ കൂട്ടുകാരും ഒന്ന് ഉറക്കെ പറയണേ. 1 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. വാക്യം ഒന്ന് പറയട്ടെ. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. കുറച്ച് കൂട്ടുകാർക്ക് വാക്യം അറിയാല്ലേ? ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം. ഒന്ന് കാണിച്ചു തരാവേ? അതുപോലെ ഒന്ന് കാണിക്കാമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഓക്കെ, എല്ലാ കൂട്ടുകാരും പഠിച്ചു അല്ലേ? ചിലർക്കൊക്കെ നേരത്തെ അറിയായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കഥ കൂടെ നമുക്ക് കേട്ടാലോ? ഒരിടത്ത് ഒരു അമ്മയാടുണ്ടായിരുന്നു. ആ അമ്മയാടിന് 3 മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു വരുമ്പോ അതിൽ ഒരു മോനുണ്ടല്ലോ, അവൻ ഭയങ്കര കുസൃതിക്കാരനായിരുന്നു. അവന്റെ പ്രധാന ഹോബി എന്താന്ന് പറയട്ടെ? അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും അവൻ അനുസരിക്കത്തില്ല. അമ്മ പറയുന്ന ഒരു കാര്യവും അനുസരിക്കാനായിട്ട് അവന് ഇഷ്ടമല്ല. അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവൻ ഓടി അങ്ങോട്ട് പോവും. അമ്മ പറയും മോനെ നോ എന്ന് പറഞ്ഞാൽ അവൻ അതേ ചെയ്യത്തുള്ളൂ. ഒരു ദിവസം ഉണ്ടല്ലോ, അമ്മയും മക്കളും എല്ലാവരും കൂടെ പുറത്തു പോയി നല്ല കാട്ടിപ്പോയി ഇലയൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് വൈകിട്ടായി. അമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാവരും അകത്ത് കയറിക്കോ, ഇനി നമ്മുടെ വീടിനടുത്തായിട്ട് വന്യമൃഗങ്ങളൊക്കെ രാത്രി വരും, അപ്പൊ നമുക്ക് അപകടം സംഭവിക്കും, എല്ലാ മക്കളും അകത്ത് കയറിക്കോ, നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഈ മോൻ, അവൻ അനുസരിക്കാത്ത കൂട്ടുകാരനല്ലേ, അവനൊരു പേരുണ്ട്, ചിന്നൻ എന്നാ. ഈ ചിന്നനുണ്ടല്ലോ, ചിന്നൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇപ്പൊ അകത്ത് കയറുന്നില്ല, ഇച്ചിരി നേരം കൂടെ ഞാൻ വെളിയിൽ നിന്നോട്ടെ. അമ്മ പറഞ്ഞു, മോനെ വേണ്ട, ഈ സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ ഒക്കെ നിൽക്കുന്നത് അപകടമാണ്. മൃഗങ്ങളൊക്കെ കാട്ടിന്ന് വരും, നമ്മളെ അവര് പിടിച്ചോണ്ട് പോയി അവരുടെ ആഹാരമാക്കും. അമ്മ പറഞ്ഞിട്ട് ഈ ചിന്നനുണ്ടല്ലോ ഒന്നും അനുസരിച്ചതേയില്ല. ആ സമയത്ത് ചിന്നൻ എന്തോ ചെയ്യുന്നറിയാമോ? നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി, ഒച്ച വെക്കാൻ തുടങ്ങി. അവിടെ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയാൻ തുടങ്ങി. കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അമ്മ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാതിരിക്കാറുണ്ടോ? ചില കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുമല്ലേ. ഇവിടെ ചിന്നൻ ഭയങ്കര കരച്ചിലായി. അമ്മയ്ക്ക് അങ്ങ് തലവേദന എടുക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് കളിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. അപ്പൊ നമ്മുടെ ചിന്നന് ഭയങ്കര സന്തോഷമായി. ചിന്നൻ ഇങ്ങനെ മുറ്റത്ത് നിന്നപ്പോ നല്ല നിലാവുള്ള രാത്രി, നല്ല ആകാശത്ത് നല്ല നക്ഷത്രങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ആ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നല്ല ചെറിയ മിന്നാമിനുങ്ങുകളൊക്കെ ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്നുണ്ട്. ചിന്നൻ എന്തോ ചെയ്യുന്നറിയാമോ? അതെല്ലാം കണ്ട് രാത്രിയിൽ ഇലയൊക്കെ കഴിച്ച് കുറേ നടന്ന് വീടിനടുത്തു നിന്നൊക്കെ അങ്ങ് മാറിപ്പോയി. ചിന്നൻ ഇങ്ങനെ നോക്കി, എൻ്റെ വീട്? കുഴപ്പമില്ല, അമ്മ പറഞ്ഞ സമയമൊന്നും ആയില്ല എന്ന് വിചാരിച്ച് ചിന്നൻ പിന്നെയും നടന്ന് ചിന്നൻ ഉൾക്കാടിനകത്തേക്ക് കയറിപ്പോയി. കൂട്ടുകാരെ, അമ്മ പറഞ്ഞ കാര്യം എന്തെങ്കിലും ചിന്നൻ ഓർത്തോ? ഇല്ല അല്ലേ, അതൊക്കെ അങ്ങ് മറന്നുപോയി. അങ്ങനെ ചിന്നൻ ഇങ്ങനെ കളിച്ച് ആ കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ എന്തോ ചിന്നന്റെ പുറകിലൊരു ശബ്ദം. ചിന്നൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, ആരെങ്കിലും എന്റെ പുറകെ വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ചിന്നൻ ഓർത്തോ വെറുതെയാ, വന്യമൃഗങ്ങളൊക്കെ വരുമെന്ന് അമ്മ പറഞ്ഞത് വെറുതെ ആയിരിക്കും എന്നോർത്ത് ചിന്നൻ എന്തോ ചെയ്യുന്നറിയാമോ? പിന്നെയും ഇങ്ങനെ കയറിപ്പോയി. ഫ്രണ്ടിലോട്ട് ചിന്നൻ ഇങ്ങനെ നടക്കുമ്പോ പിന്നെയും ചിന്നന്റെ പുറകില് ഒരു ശബ്ദം കേട്ടു. ചിന്നൻ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആരേലും കണ്ടോ? ഇല്ല, ആരെയും കണ്ടില്ല. ചിന്നൻ പിന്നെയും പോയപ്പോ പിന്നെയും എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് ചിന്നൻ പുറകോട്ട് നോക്കുകയും അവിടെ വലിയൊരു ചെന്നായ ചിന്നനാടിന്റെ പുറത്തോട്ട് ചാടി ഇങ്ങനെ വീഴുകയും ചെയ്തു. ചിന്നൻ എന്തോ ചെയ്യുന്നറിയാമോ? ഒരൊറ്റ
ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. രാത്രിയാണ്, വഴിയൊന്നും കാണാനായിട്ടൊന്നും പറ്റുന്നില്ല. ചിന്നൻ വീടൊക്കെ നോക്കി, വീടൊന്നും കാണാനേ ഇല്ല. എങ്ങനെയൊക്കെയോ ചിന്നൻ ഓടി 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 അവിടെ വലിയ മുള്ളുള്ള കാടുണ്ടായിരുന്നു. ആ കാടിനകത്തോട്ട് ചെന്ന് കയറി. മുള്ളെല്ലാം ദേഹത്ത് കുത്തി തറച്ച് ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. പിന്നെയും ചിന്നൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടി ഓടി വലിയ ഒരു മരത്തെ പോയി ചിന്നൻ്റെ നെറ്റിയിടിച്ചു. അങ്ങനെ ചിന്നൻ്റെ നെറ്റിയും മുറിഞ്ഞിങ്ങനെ ചോര ഒഴുകാനായിട്ട് തുടങ്ങി. കൂട്ടുകാരെ, കുറേ സമയം കഴിഞ്ഞ് ചിന്നനിങ്ങനെ ഓടി ക്ഷീണിച്ച് തളർന്ന് വീടിൻ്റെ മുന്നിലെത്തി. വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ അമ്മ ഇങ്ങനെ ചിന്നനെ കാണാതെ വിഷമിച്ചിരിക്കുക. ഓടി ചെന്നിട്ട് ചിന്നൻ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇനി അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിച്ചോളാം. അമ്മ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടാണ് ഞാൻ വലിയൊരു ആപത്തിനകത്ത് ചെന്ന് പെട്ടത്. അങ്ങനെ അമ്മയുണ്ടല്ലോ ചിന്നനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ചിന്നൻ്റെ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്തു, മരുന്നൊക്കെ വെച്ചു. അപ്പൊ ചിന്നൻ പറഞ്ഞു, അമ്മേ ഞാനിനി ഒരിക്കലും അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കത്തില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഇനി മുതൽ ഞാൻ നല്ല കുഞ്ഞായിട്ട് അമ്മയുടെ നല്ല ചിന്നൻ കുട്ടനായിട്ട് വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഇതുപോലെ ഒരു സ്റ്റോറി നമ്മളുടെ ബൈബിളിനകത്തില്ലേ? നിങ്ങൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ദൈവം ഒരാളിനോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കണം. അപ്പൊ ആ ആള് അവിടെ പോകാതെ വേറെ ഒരിടത്തേക്ക് പോയ ഒരു കഥ കൂട്ടുകാർക്ക് അറിയത്തില്ലേ? അറിയാമല്ലേ? അങ്ങനെ ആരായിരുന്നു അവിടെ അനുസരണക്കേട് കാണിച്ചത്? കൂട്ടുകാരൻ ഓർത്ത് പറഞ്ഞേ. അതെ, യോന അല്ലേ? യോനയോട് ദൈവം എവിടെ പോകാനാ പറഞ്ഞേ? നിനവെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പക്ഷെ യോനയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു അല്ലേ? നിനവെ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനും അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിക്കാനും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് യോന എവിടെ പോയത്? തർസീസിലേക്ക് പോയി അല്ലേ? അങ്ങനെ അനുസരണക്കേട് കാണിച്ച യോന അവസാനം എവിടെ എത്തിപ്പെട്ടു? വലിയ ഒരു ഫിഷിന്റെ വയറിനകത്തൊക്കെ പോയല്ലേ? ഫിഷ് കൊണ്ട് യോനായെ എവിടെ ആക്കി? നിനവെ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്കി. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ എന്തിനെ കുറിച്ചാണ്? അനുസരണക്കേട് അല്ലേ? അനുസരണക്കേട് നമ്മൾ ചെയ്താൽ ആര് നമ്മളെ ശിക്ഷിക്കും? അത് നമ്മളെ ദൈവം ശിക്ഷിക്കും അല്ലേ? പിന്നെ നമ്മുടെ പേരൻസ് ഒക്കെ ശിക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഇന്ന് നല്ല ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ എല്ലാ കാര്യങ്ങളും അനുസരിക്കും. ആദ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം അല്ലേ? പിന്നെ ആരെയൊക്കെ നമുക്ക് അനുസരിക്കാം? നമ്മുടെ പേരൻസിനെ നമുക്ക് അനുസരിക്കാം. പിന്നെ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത്? നമ്മുടെ ടീച്ചേഴ്സിനെ അല്ലേ? അതെ, കൂട്ടുകാരൊക്കെ പറയുന്നത് കറക്റ്റാണ്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ അനുസരിക്കണം. വേറെ നമ്മൾ ആരെയൊക്കെ അനുസരിക്കണം? എൽഡേഴ്സിനെ അനുസരിക്കണം അല്ലേ? അങ്ങനെ അനുസരണമുള്ള നല്ല കൂട്ടുകാരായി ഈ ലോകത്തിൽ വളരാൻ ദൈവം എല്ലാ കൂട്ടുകാരെയും സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും ഇരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കണ്ണടച്ച് കൈകൂപ്പി ഇരിക്കാമോ? എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. ഓക്കെ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു കഥ പഠിക്കുവാനായിട്ട്, ഒരു മാജിക്കൊക്കെ കാണുവാനായിട്ട് ഞങ്ങൾ അവിടെ ഇടയാക്കിയല്ലോ. ഇന്ന് ഞങ്ങൾ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ഓരോ ദിവസവും അനുസരണമുള്ള നല്ല കൂട്ടുകാരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.